ഇക്കഴിഞ്ഞ 28-ാം തീയതി സെഷൻസ് ജഡ്ജായിട്ടുള്ള എൻ ഹരികുമാർ ഒരു ജാമ്യം കൊടുത്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കേരളത്തിലാകെ സെൻസേഷണലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് മൂന്നാമത്തെ കേസിൽ കൂടി അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. അതായത് വിദേശത്തുള്ള ഒരു യുവതി കൊടുത്തിട്ടുള്ള പരാതിയിൽ അതിൽ ചില നടപടിക്രമങ്ങളൊക്കെ തന്നെ പാലിച്ചില്ല എന്നൊക്കെ തന്നെ കോടതി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു 18 പേജുള്ള ഒരു വിധിയാണ്. ആ വിധിന്യായം ഞാൻ ഏതാണ്ട് ഒരു 2 തവണ വളരെ കൃത്യമായിട്ട് വായിച്ചു. കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോൾ യാത്രയിലായിരുന്നുകൊണ്ട് യാത്രയിലിരുന്നൊന്ന് ഓടിച്ചു വായിച്ചു. അതിനുശേഷം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് രാവിലെ തന്നെ വായിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ എടുക്കാൻ വൈകിയത്. അപ്പോൾ ഈ വിധി വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ ജാമ്യത്തിൽ വിട്ടതിന് ശേഷം നിഷ്പക്ഷർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില ആളുകളടക്കമുള്ള ആളുകൾ എല്ലാം തന്നെ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടം ഇതാ ഭയങ്കരമായി തിരിച്ചു വന്നിരിക്കുന്നു, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാലമാണ് എന്നൊക്കെ പറഞ്ഞ് ഷാജനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന മറ്റു പലരുടെയും പേരുകൾ എനിക്ക് സ്നേഹമുള്ള ആളുകളും ഇപ്പോഴും ബഹുമാനമുള്ള ആളുകളായതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരുകൾ പറയാത്തത്. പക്ഷേ അവരൊക്കെ തന്നെ എന്നെ നിരാശപ്പെടുത്തി. കാരണം രാഹുൽ മാങ്കൂട്ടം ഏതാണ്ട് ഒരു അതിജീവിതനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും അതുപോലെ ചാനലുകളൊക്കെയാണ് എല്ലാവരും തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. സാറ്റലൈറ്റ് ചാനലുകളല്ല, പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ തന്നെ. അത്തരത്തിൽ പണം മേടിച്ച് ചെയ്യുന്നവരുണ്ട്, പണം മേടിക്കാതെ അവരുടെ ബോധ്യങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൽ ചില ആളുകളൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നിങ്ങളറിയേണ്ടത്, ഒരാൾ 18 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ റൂൾ എന്ന് പറഞ്ഞാൽ ബെയിൽ ഈസ് എ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കൊടുക്കാവുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ബെയിൽ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഇനി അല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ഇപ്പം തന്നെ പറയാം, ഇപ്പം ദിലീപ് ശിക്ഷിക്കപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഈ കേസുകളിൽ ഏതെങ്കിലും അദ്ദേഹത്തെ ജയിലിലടക്കുമെന്നോ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു സ്ത്രീ പീഡന കേസുകളിലും അത്തരത്തിലുള്ള ഒരു വിധിയും ഉണ്ടായിട്ടില്ല. ആകെ ശിക്ഷിക്കപ്പെട്ടത് റോബിനച്ചൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് റോബിനച്ചൻ തന്നെ ശിക്ഷിക്കപ്പെട്ടത്. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പെൺകുട്ടിയും അടക്കം, ഇരയായ പെൺകുട്ടിയും അടക്കം കൂറുമാറിയിട്ടും ശിക്ഷിക്കപ്പെട്ടത് അത് പ്രായപൂർത്തിയാകാത്ത പീഡനമായതുകൊണ്ടും കൂടാതെ DNA ടെസ്റ്റിൽ ആ കുട്ടി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പിതാവ് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ശിക്ഷിക്കപ്പെടാനൊക്കെയുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രമുഖമായിട്ടുള്ള കാര്യം, എനിക്ക് ഞാനുമായി നേരത്തെ നല്ല സുഹൃത്ത് ബന്ധത്തിലായിരുന്ന ഒരു അദ്ദേഹം പിണറായിക്കെതിരെ വലിയ വാളെടുത്ത് പോരാടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരിക്കൽ ഒരു സിനിമയെക്കുറിച്ച് ഞങ്ങൾ ഒരു റിവ്യൂ എടുത്തപ്പോൾ, ഞാൻ അദ്ദേഹവുമായിട്ട് ഓൺ റെക്കോർഡിൽ തന്നെ കിടക്കുന്നൊരു കാര്യമാണ്, റിവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നേര് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്, അതായത് മോഹൻലാലിൻ്റെ അതുപോലെ അനശ്വര രാജനൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച നേരെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ നേരിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി കുറ്റവാളിയെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ, ഞങ്ങളതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നോട്, കാരണം സിനിമയിലെങ്കിലും ഇത്തരത്തിലുള്ള പീഡകരക്കാരെ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹമുള്ള ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ നിലപാടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ബഹുമാനവും ഈ പറയുന്ന പോലെ ആദരവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരാൾ മാത്രമല്ല, നിരവധി ആളുകൾ എല്ലാവരുടെ നിലപാടുകളും മാറ്റി. ഇപ്പോൾ നമുക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ഒരാളാണ് MN കാരശ്ശേരി മാഷ്. അദ്ദേഹം പോലും ആദ്യത്തെ പരാതി വന്നപ്പോൾ ഇദ്ദേഹം വളരെ ഒരു ചെറിയ നല്ല ചെറുപ്പക്കാരനായിരുന്നു എന്നൊക്കെയുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ജോയ് മാത്യുവിനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും മിണ്ടുന്നില്ല. നേരത്തെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വാദോരാതെ പൊഴുത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലും ഒക്കെ എത്ര ഗംഭീരന്മാരായിട്ടുള്ള ആളുകളാണെന്ന് പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അവരൊന്നും ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ കോടതി വിധിയിൽ നിന്ന് നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്, നമ്മളെന്താണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വീഡിയോ ഇന്ന് എടുക്കുന്നത്. കാരണം നിയമപരമായി ഈ കേസ് ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന തോന്നലൊന്നും എനിക്കില്ല. കാരണം സൂര്യനെല്ലി മുതൽ വിതുര മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പെൺവാണി കേസുകൾ മുതൽ, നിങ്ങളറിയുന്നത് നിർഭയ കൊല്ലപ്പെട്ട കേസുകൾ മുതൽ, നിർഭയ കൊല്ലപ്പെട്ടതിലൊക്കെ തന്നെ 4 പേരുണ്ടായിരുന്നു, അതിൽ 2 പേരെ ശിക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ തന്നെ ബലാത്സംഗം അവിടെ നടന്നിട്ടില്ല നടന്നു എന്ന് തെളിയിക്കാൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഈ കുറ്റവാളികളാണ് അതിൽ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു ചില കാര്യങ്ങൾ കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഇപ്പോഴും മറ്റേ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നത് വളരെ വെറുതെ വാചകങ്ങളിൽ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ വെറുതെ വിട്ടിരിക്കുന്നു, അദ്ദേഹം ഏതാണ്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വീഡിയോകളൊക്കെ ഞാൻ കണ്ടത്. അതിൽ ഷാജൻ്റെ വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പലരുടെയൊക്കെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ പേരെടുത്ത് തന്നെ വിമർശിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ആ 18 പേജുള്ള വിധി.
ആ വിധി ഞാൻ 2 ആവർത്തി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിരുന്നു. ആദ്യം ഞാൻ യാത്രയിലായതുകൊണ്ട് ഒന്ന് ഓടിച്ചാണ് വായിച്ചത്, കാരണം വിധി വന്ന സമയത്ത് തന്നെ. പക്ഷേ അന്നേരം ഞാൻ തിരക്ക് പിടിച്ചൊരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇത്ര വൈകി വീഡിയോ ചെയ്യുന്നത്. ഇത് 28-ാം തീയതിയാണ് സെഷൻസ് കോടതിയുടെ ജഡ്ജിമെൻറ്റ് വന്നത്. ഹരികുമാറിൻ്റെ ജഡ്ജിമെൻറ്റാണ്. ആ ജഡ്ജിമെൻറ്റിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വെറുതെ വിടുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഇത് നിയമപരമായി ശിക്ഷിക്കപ്പെടുമോ ഇല്ല എന്നുള്ളതൊന്നുമല്ല. ഇപ്പോൾ ദിലീപ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ നാളെ ദിലീപിനെ എന്ത് ചെയ്യുമോ, ഇനി ദിലീപ് വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയൂ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അവരൊക്കെ ചിലപ്പോൾ നിലപാട് മാറ്റുമായിരിക്കും. കാരണം ഇനിയിപ്പോൾ അത് നിലപാട് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കോടതി വിധിയും അതുപോലെ പോലീസിൻ്റെ രേഖകളും ഒക്കെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. പക്ഷേ ഈ കോടതി വിധി അവർ സ്പ്രിംഗ്ലർ കേസിൻ്റെ കാര്യത്തിൽ സമ്മതിക്കില്ല. കാരണം സ്പ്രിംഗ്ലർ കേസിൽ എന്താണ് സംഭവിച്ചത്? സ്പ്രിംഗ്ലർ കേസിൽ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ കൊടുത്തിട്ടുള്ള, അതായത് പ്രതിപക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വിധിയെ എടുത്ത് ചവറ്റുകൊട്ടയിലിടുകയും അങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലൊക്കെ തെറ്റുപറ്റി. പക്ഷെ അതൊക്കെ കൊറോണയുടെ കാര്യമായതുകൊണ്ട്, ആ കാലമായതുകൊണ്ട് നമുക്ക് അതിനെ നിർബന്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നാണ് വിധിച്ചേക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ഇവരിപ്പോൾ വീഡിയോ ചെയ്യില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് പറയുന്നൊരു കാര്യമാണ്. കാരണം ഓൺലൈൻ പരാതി കിട്ടി, 3 ദിവസത്തിനകം ഈ പരാതിക്കാരി വന്ന് ഒപ്പിടണമെന്നും ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം 3 കേസുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ 3 കേസുകളിൽ ഒന്നാമത്തേതിന് നോട്ട് ടു അറസ്റ്റാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് താൽക്കാലികമായിട്ട്. അത് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയെന്നറിയില്ല, കാരണം ഹൈക്കോടതിയുടെ മുമ്പിലാണ്. രണ്ടാമത്തേത് വഞ്ചിയൂർ കോർട്ട് തന്നെ, അത് ബാംഗ്ലൂരിൽ നിന്നുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു, ജാമ്യം കിട്ടി, അതായത് മുൻകൂർ ജാമ്യം തന്നെ കിട്ടി. മൂന്നാമത്തെ കേസിൽ അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് പോകാനുള്ള ഒരു ചാൻസ് കിട്ടുന്നതിന് മുമ്പേ ഗവൺമെൻറ് പോയി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ 18 ദിവസം കിടന്നിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ജാമ്യത്തിൽ, ഈ ജാമ്യം കൊടുക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ അദ്ദേഹം എന്താണ് വാദിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ കൃത്യമായിട്ടൊന്ന് കാണണ്ടേ. അദ്ദേഹം എന്താണ് വാദിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു കാരണവശാലും ഇതൊരു സെക്ഷൽ ആക്റ്റാണ്, പക്ഷേ റേപ്പല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കൂടി വന്നാൽ, മാക്സിമം പോയാൽ ഇത് പറയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ഇല്ലിസിറ്റ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇല്ലിസിറ്റായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി അർത്ഥങ്ങളുണ്ട്. നിയമവിരുദ്ധമായ, നിഷിദ്ധമായ, അധാർമികമായ, അവിഹിതമായ എന്നൊക്കെ അർത്ഥം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ അധാർമികമായ, അവിഹിതമായിട്ടുള്ള, നിഷിദ്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു MLA എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് കേരളം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അദ്ദേഹം നിയമപരമായി ഇത് റേപ്പിൻ്റെ പരിധിയിൽ വരുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ പെൺകുട്ടിയുടെ കൺസെൻറ്റോടു കൂടിയാണോ എന്നുള്ളതൊന്നും നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് റിലവൻ്റ് ആവേണ്ട കാര്യമില്ല. കാരണം എന്താ, അത് കൺസെൻറ്റോടു കൂടി ആയിരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, 3 കേസുകളിലുമുള്ള കൃത്യമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വാദമെന്ന് പറയുന്നത്, ഞാൻ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടില്ലെന്നോ, ഞാൻ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവരെ വഞ്ചിച്ചിട്ടില്ലെന്നോ, ചതിച്ചിട്ടില്ലെന്നോ, ഞാൻ വളരെ മാന്യനാണോ എന്നൊന്നും ഇദ്ദേഹത്തിന് പോലും വാദമില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതുവരെ വാതുറന്നിട്ടുമില്ല, നമുക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളൊക്കെ തന്നെ വന്ന് ഇദ്ദേഹം എന്തോ മഹാനായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇവരെല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശ്രീനാദേവി കുഞ്ഞമ്മയടക്കമുള്ള നിരവധി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് ആദ്യമായിട്ട് ഈ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന പ്രസ്താവന നടത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ ഒരു ഹിൻ്റ് ഇട്ടത്. അത് കേസായിട്ടില്ല, കാരണം അത് മെസ്സേജ് അയക്കുകയും പിന്നെ എന്ത് ചെയ്യും, അത് നിർത്തേണ്ടടുത്ത് നിർത്തുകയും ചെയ്തുകൊണ്ടാണ് കേസാകത്ത്. ആ പെൺകുട്ടി തന്നെ ഒരു പ്രൈവറ്റ് ചാറ്റിന് വേണ്ടി താങ്കളെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ സീക്രട്ട് ചാറ്റിന് വേണ്ടി ക്ഷണിച്ചിരുന്നു ടെലഗ്രാമിൽ എന്നുള്ളതാണ്, രാത്രി സമയത്താണ് ക്ഷണിച്ചത് എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഈ പറയുമ്പോൾ ഇതെല്ലാം പറയുന്ന ആളുകൾ, ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്ത് നിന്ന് ഉള്ള ബുദ്ധിജീവികൾ, അവർ യഥാർത്ഥത്തിൽ പലപ്പോഴും VS അച്യുതാനന്ദൻ്റെയൊക്കെ ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവർ പിണറായി വിരുദ്ധതയുടെ മുഖമുദ്രയാക്കി കൊണ്ടു നടക്കുന്നവർ, അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്, അവരുടെ നിലപാടുകൾ എടുക്കുക. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, അവരെങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടി രാത്രി ചാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുന്നത്? ആ പെൺകുട്ടി ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയക്കുകയും ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കുകയും അങ്ങനെ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ അതെങ്ങനെയാണ് തെറ്റാവുന്നത്? തെറ്റായിട്ടുള്ള, അധാർമികമായിട്ടുള്ള, നിഷിദ്ധമായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിയമവിരുദ്ധമെന്ന് പോലും ഞാൻ പറയില്ല, അധാർമികമായിട്ടുള്ള കാര്യമെന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ്. ഇത് ഒട്ടും കപടതയുടെ,
ഈ പറയുന്ന പോലെ വഞ്ചനയുടെ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ മുഖമായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ കേസ് നാളെ അദ്ദേഹത്തിനെ വെറുതെ വിടും എന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയോ പേരെ വെറുതെ വിട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ വിജയ് ബാബുവിൻ്റെ കേസിൽ വിജയ് ബാബുവിന് ജാമ്യം കിട്ടി, ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. ദിലീപ് 85 ദിവസം കഴിഞ്ഞിട്ട് ജയിലിൽ കിടന്നെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിനെ വെറുതെ വിട്ടു എങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പോൾ സൂര്യനെല്ലി കേസിൽ ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരു വക്കീൽ മാത്രമാണ് ജയിലിൽ പോയത്. റോബിനച്ചൻ്റെ കേസിൽ ഞങ്ങൾക്ക് കേസില്ല എന്നും ഈ പെൺകുട്ടി വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും വിവാഹം കഴിക്കാൻ വേണ്ടി ജാമ്യം തരണമെന്നും റോബിനച്ചൻ എന്ത് ചെയ്തു പറഞ്ഞു. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ചില ആളുകൾ എന്നോട് പോലും വന്ന് ആവർത്തിക്കുന്നത് രണ്ടാമത് പരാതി കൊടുത്ത പെൺകുട്ടി ഈ കേസിൽ നിന്ന് പിന്മാറി, അതുകൊണ്ട് പ്രശ്നമില്ലെന്നാണ്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരു MLA ആകാനോ ഒരു പൊതുപ്രവർത്തകനാകാനോ യോഗ്യനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കോടതിയിൽ നിന്ന് ജാമ്യം കൊടുത്തു. കോടതിയിൽ നിന്ന് ജാമ്യം കൊടുത്തതിന് കോടതി വളരെ കൃത്യമായിട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, ആ ചോദ്യങ്ങളൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് കാര്യങ്ങൾ, അതായത് മറ്റ് പെൺകുട്ടികൾ പരാതി കൊടുത്തപ്പോഴാണ് 1 കൊല്ലവും 9 മാസവും കഴിഞ്ഞ് ഈ പെൺകുട്ടി കൂടി പരാതി കൊടുത്തു. അപ്പോൾ മറ്റു പെൺകുട്ടികൾ പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയും പരാതി കൊടുക്കില്ലായിരുന്നോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്. നിയമപരമായിട്ട് ഇതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള വലിയ സാധ്യതകളുണ്ട്. കൂടാതെ ഇദ്ദേഹം ഒരു MLA ആണെന്നും ആ MLA ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിയമത്തിൻ്റെ കയ്യിൽ നിന്നും ഒളിച്ചോടില്ലെന്നും ഇദ്ദേഹം ഒളിച്ചോടാനുള്ള സാധ്യതകളില്ലെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഒരു വിറ്റ്നസ് പോലും ഇപ്പോൾ ക്ലബ് 7 ഹോട്ടലിൽ റൂം എടുത്തതിന് ശേഷം അവിടെ എന്തായാലും റൂമിൽ ഇവർ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ ഒരു വിറ്റ്നസ്സും ഇല്ലെന്നും അപ്പോൾ ആ വിറ്റ്നസ്സുകളെ സ്വാധീനിക്കാനുള്ള വഴികളൊന്നും തേടാൻ സാധ്യതയില്ലെന്നും ഒക്കെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ പോലും പറഞ്ഞേക്കുന്നത് ഇത് റേപ്പല്ല, ഇത് ബലാത്സംഗമല്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഞാനിങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിക്കാറുണ്ടെന്നും ഞാൻ ഈ പറയുന്ന പോലെ എനിക്കൊരു സ്നേഹവുമില്ലാതെ ലൈംഗികമായ ആസക്തി കൊണ്ട് മാത്രം ഇവരെയൊക്കെ ഇതുപോലെയുള്ള കെണിയിൽപ്പെടുത്താറുണ്ട് എന്നുള്ളതും വളരെ കൃത്യമായി ഈ കോടതി വിധികളിൽ പറഞ്ഞു വെച്ചേക്കുക പോലെയാണ്. അല്ലെങ്കിൽ കോടതി വിധികളിലല്ല, ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൗൺസിൽ തന്നെ ആർഗ്യൂ ചെയ്തേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനെയല്ലേ നമ്മുടെ കേരള സമൂഹം എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ കോടതി വിധികളെല്ലാം കൃത്യമാണെങ്കിൽ സ്പ്രിംഗ്ലർ കേസ് നിങ്ങൾ എടുക്കണ്ടേ? നിങ്ങൾ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ വെറുതെ വിട്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യണമാണ്? ഹൈക്കോടതി അടക്കം വെറുതെ വിട്ടത് നിങ്ങൾ മറച്ചു വെക്കുകയല്ലേ ഇപ്പോഴും? അങ്ങനെ മറ്റേതൊക്കെ കേസുകൾ, വിജയ് ബാബുവിൻ്റെ കേസിൽ ഇതുപോലെ ജാമ്യം കിട്ടിയതല്ലേ? കേരളത്തിൽ സൂര്യനെല്ലിയും ബാക്കിയുള്ള എല്ലാ കേസുകളിലും മിക്കവാറും ആളുകളെല്ലാവരും തന്നെ രക്ഷപ്പെട്ടതല്ലേ? അതിൽ നമുക്ക് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന കോൺഗ്രസ്സുകാരനായിരുന്ന PJ കുര്യൻ്റെ അടക്കം പേരുകൾ വന്നതല്ലേ? അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ക്ഷമ പറയണ്ടേ? കാരണം അവരെ ഒന്നും ശിക്ഷിച്ചിട്ടില്ല, അവരെല്ലാം നിരപരാധികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ ബ്രോഡർ ലെഫ്റ്റാണ്, വലിയ ഇടതുപക്ഷമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും എടുക്കുന്നത്. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് നുണ പറയാനൊന്നും താല്പര്യമില്ല. തീർച്ചയായിട്ടും ഇതിപ്പോൾ രാഷ്ട്രീയമായി CPM എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപക്ഷെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും, ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. അതൊക്കെ ശരി തന്നെയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ കിട്ടാനുള്ള അല്ലെങ്കിൽ അങ്ങനെ വടി കൊടുക്കാതിരിക്കാനുള്ള മര്യാദയും മാന്യതയും നമ്മൾ കാണിക്കണമെന്നല്ലേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്. ഇനി കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കി, ഞങ്ങളുടെ ഒരു മെമ്പറും അല്ല, ഞങ്ങൾക്കായിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഫെനി നയനാരെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ശ്രീനാദേവി കുഞ്ഞാമ്മയെ പോലെയുള്ള അവരുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, കഴിഞ്ഞ തവണ പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടി മത്സരിച്ച ഈ ഫെനി നയനാനെ പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം വന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതും കോൺഗ്രസ്സിന് പറഞ്ഞേക്കാം. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് അങ്ങനെ ഒരു വളരെ കൃത്യമായ ഒരു കേഡർ പാർട്ടിയല്ല, അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മക്ക്. ആ കുഞ്ഞമ്മക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷം തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടപടി എടുക്കേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സാജന പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടിയന്തരമായി ഇവരെല്ലാവരും കേൾക്കേണ്ട ഒരു വാചകമുണ്ട്. അത് ഈ കേസിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ കാര്യം പുറത്തു വന്നപ്പോൾ ഒരു പരാതി പോലുമില്ലാതെ കോൺഗ്രസ് നടപടിയെടുത്തത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക്, ഉള്ളിലുള്ള നേതാക്കന്മാർക്ക് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അറിയാം. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ വാചകം ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതാണ്. നിയമപരമായി ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുകയില്ല എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. ആ ഒറ്റ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൊതുമണ്ഡലത്തിൽ നിൽക്കാൻ, ഒരു പൊതുപ്രവർത്തകനായി നിൽക്കാൻ യാതൊരുവിധ അർഹതയും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോവുകയാണ് നല്ലത് എന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്. ഈ വിധി വായിക്കുമ്പോഴും ധാർമ്മികതയ്ക്ക് വലിയ മൂല്യച്യുതി കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇത് സംഭവിക്കേണ്ടത് ഇതാണ്.
ഇത് ഈ പറയുന്ന ഏറ്റവും ആദ്യം പരാതി പറഞ്ഞ മോശമായി മെസ്സേജ് അയച്ചൊരു പെൺകുട്ടി ആദ്യം വന്ന് പരാതി കൊടുത്തിട്ടില്ല, പറഞ്ഞു അത് റിനി എന്ന് പറയുന്നൊരു പെൺകുട്ടി. അതിനുശേഷം മറ്റു 3 പേർ പരാതി കൊടുത്തു. ഇനി നിരവധി പേരുടെ പരാതികളുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന മൂക്ക് താഴോട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ അതിനെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാളി കൂളി സംഘങ്ങളെ വെച്ച് വലിയ തോതിൽ ഇനി ഒരു പരാതിയും വരാതിരിക്കാൻ ഭീഷണിപ്പെടുത്തുന്ന പണിക്ക് നമുക്കറിയുന്ന പല ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ തന്നെ വളരെ കൃത്യമായി സത്യസന്ധമായി പല സത്യത്തിനൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചിരുന്ന പലരും കൂടി കൂട്ടുനിൽക്കുകയാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ഈ കോടതി വിധിയെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പാലക്കാട് പോയി സ്വതന്ത്രനായിട്ടൊക്കെ നിന്നാൽ അവിടെ CPM-ഉം BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ പരാജയപ്പെട്ട് പുള്ളി ഒറ്റക്ക് ജയിച്ചു വരും, PC ജോർജൊക്കെ ഇന്ന് ജയിച്ച പോലെ ജയിച്ചു വരും എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഏതെങ്കിലും പാർട്ടി ഇദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്താലേ. പക്ഷെ ഒരു പാർട്ടി പോലും അക്കോമഡേറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വേളാങ്കിക്കലല്ല, പകരം യഥാർത്ഥ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇവനെ എടുത്താൽ പോലും പാരയാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള VD സതീശനെ പോലെയുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള നേതാക്കൾ നേരെ പോലും നോക്കാത്തതും കണ്ട് സംസാരിക്കാത്തതും.